കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇടതുമുന്നണിയിൽ നിന്ന് UDF പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള വാർഡുകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. BJPയിൽ നിന്ന് LDF പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള വാർഡുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല പ്രേക്ഷകരും വിളിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. UDFന് 10 സീറ്റുകളാണല്ലോ ഉള്ളത്. ആ 10 സീറ്റുകളിൽ 10ഉം നിലനിർത്താൻ UDFന് കഴിയുമോ? ആ ചോദ്യം വളരെ ബ്രില്യൻ്റായ ഒരു ചോദ്യമാണ് എന്നത് പൊളിറ്റിക്സ് കേരള മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള അതിൻ്റെ സർവേ പുറത്തുവിടുന്നു. മണ്ണന്തല, നാലാഞ്ചിറ, മുല്ലൂർ, ശംഖുമുഖം, കവടിയാർ, ഭീമാപള്ളി, ആക്കുളം, കുറവൻകോണം, പെരുന്താന്തി, കുന്നുകുഴി എന്നിവയാണ് UDFൻ്റെ സിറ്റിംഗ് വാർഡുകൾ. ഇതിൽ 2 വാർഡുകൾ ഇപ്പോൾ നഷ്ടമായി. മുല്ലൂരും ശംഖുമുഖവും. വാർഡ് വിഭജനം വന്നപ്പോൾ ഈ 2 വാർഡുകൾ ഇല്ല. ബാക്കിയുള്ളത് 8 വാർഡുകൾ. ഈ 8 വാർഡുകളും UDFന് നിലനിർത്താൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഈ 8 വാർഡിൽ പകുതിയോളം വാർഡുകളിൽ UDF 8 നിലയിൽ പൊട്ടും. ആ വാർഡുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുന്നുകുഴി വാർഡ് തന്നെയാണ്. മേരി പുഷ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMലെ ഒലീന ടീച്ചറെ, മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ഒലീന ടീച്ചറെ അട്ടിമറിച്ച കുന്നുകുഴി വാർഡ്. കുന്നുകുഴി വാർഡിൽ കഴിഞ്ഞവണ മേരി പുഷ്പം ടീച്ചർ ഗംഭീര വിജയമാണ് നേടിയത്. പക്ഷേ ഇത്തവണ അത് ജനറൽ വാർഡാണ്. മേരി പുഷ്പം ടീച്ചർ തന്നെയാണ് സ്ഥാനാർത്ഥി. എതിരാളിയായി മത്സരിക്കുന്നത് തിരുവനന്തപുരത്തെ CPMൻ്റെ പ്രമുഖ വ്യക്തിത്വമായ IP ബിനുവും. IP ബിനു ചിട്ടയാർന്ന പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മേരി പുഷ്പം ടീച്ചർക്ക് ഉള്ള സ്വാധീനമുള്ള RC കോളനി അടക്കമുള്ള ഇടങ്ങളിൽ വലിയ പ്രചരണമാണ് ബിനു IP നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുന്നുകുഴി വാർഡ് UDFന് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. IP ബിനുവിൻ്റെ പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്തത് പെരുന്താന്തി വാർഡാണ്. പത്മകുമാർ UDFന് വേണ്ടി വിജയിച്ച പെരുന്താന്തി വാർഡ്. പഴയ പെരുന്താന്തി അല്ല ഇപ്പോഴത്തെ പെരുന്താന്തി. അതുകൊണ്ട് തന്നെ UDFന് സ്വാധീനമുള്ള പ്രദേശങ്ങളൊക്കെ പെരുന്താന്തി വാർഡിൽ നിന്ന് നഷ്ടമായി. അതുകൊണ്ട് BJPയും LDFും തമ്മിൽ മുഖാമുഖം ഒരു പോരാട്ടമാണ് പെരുന്താന്തിയിൽ ഇക്കുറി നടക്കുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകാൻ. ഇനി മണ്ണന്തല വാർഡാണ്. കോൺഗ്രസിലെ പ്രമുഖ നേതാവ് രാജേന്ദ്രബാബുവിൻ്റെ ഭാര്യ വനജ രാജേന്ദ്രകുമാറാണ് അവിടുത്തെ നിലവിലെ കൗൺസിലർ. ജനറൽ വാർഡാക്കിയെങ്കിലും വനജ രാജേന്ദ്രബാബു തന്നെയാണ് മത്സരിക്കുന്നത്. ചെമ്പഴന്തി ഉദയനാണ് BJP സ്ഥാനാർത്ഥി. അനിൽകുമാറാണ് LDF സ്ഥാനാർത്ഥി. അവിടെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളോട് ഏറ്റുമുട്ടേണ്ട ഒരവസ്ഥയാണ് വനജ രാജേന്ദ്രബാബുവിന് വന്നിരിക്കുന്നത്. അവിടെയും പ്രധാന ഫൈറ്റ് നടക്കുന്നത് ചെമ്പഴന്തി ഉദയനും അനിൽകുമാറും തമ്മിലാണ്. മണ്ണന്തല വാർഡും UDFന് നഷ്ടമാകും. ഇനി ആക്കുളം വാർഡാണ്. ആക്കുളം വാർഡിൽ കഴിഞ്ഞ നിലവിലെ കൗൺസിലറായ ആക്കുളം സുരേഷിൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. ഭർത്താവിന് പകരം ഭാര്യ എന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആക്കുളം വാർഡിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ആക്കുളം വാർഡ് UDF ജയിച്ചത്. അത് ആക്കുളം സുരേഷിൻ്റെ വ്യക്തിത്വമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇത്തവണ LDF ആക്കുളം വാർഡ് UDFിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇനി UDF നിലനിർത്തുന്ന വാർഡുകളുടെ അവസ്ഥയിലേക്ക് പോകാം. ഏറ്റവും പ്രധാനം കവടിയാർ വാർഡാണ്. UDFൻ്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ വാർഡ്. അത് UDF നിഷ്പ്രയാസം വിജയിക്കും. മറ്റൊന്ന് ഭീമാപള്ളി വാർഡാണ്. അവിടെയും UDFന് കാര്യമായ എതിർപ്പുകളൊന്നും ഉണ്ടാകാതെ വിജയിക്കാനാകും. മറ്റൊന്ന് UDFൻ്റെ കോട്ടയായ നാലാഞ്ചിറ വാർഡാണ്. അവിടെ സാധാരണ UDFന് ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും LDFന് കഴിയാറില്ല.
മറ്റൊന്ന് കുറവൻകോണം വാർഡാണ്. അവിടെ സഖ്യകക്ഷിയായ RSP ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF 3-ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. LDFന് വലിയ പ്രതീക്ഷയില്ലാത്ത വാർഡാണ് കുറവൻകോണം വാർഡ്. ഈ 4 വാർഡുകൾ UDF നിലനിർത്തും. ബാക്കി 4 വാർഡുകളും UDFന്റെ കയ്യിൽ നിന്ന് LDF പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്.